എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രഫലമാണ്. ഈ നക്ഷത്രക്കാർക്ക് വേഴം 12-ലും 2026 ജൂൺ 2-ന് ശേഷം ജന്മരാശിയിലും വരുന്ന ഒരു വർഷമാണ്. വേഴം രാശി മാറും. അപ്പോൾ 2026 ജൂണിന് ശേഷം വേഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടകൻ രാശി പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മരാശിയല്ലേ. അപ്പം ജന്മരാശിയിലേക്കാണ് വേഴം വരുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, വേഴം ജന്മത്തിൽ നിന്നാൽ അത്ര ഗുണകരമല്ല എന്ന് പറയാമെങ്കിലും വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് ഗുണകരം തന്നെയാണ്. കാരണം വേഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി. അപ്പം ധനകാരകനായ വേഴം, സർവേശ്വരകാരകനായ വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് എല്ലാം കൊണ്ടും പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്ന ഒരു വർഷമായിരിക്കും. ഇവരെ സംബന്ധിച്ച് ശനി 9-ലും രാഹുകേതുക്കൾ 8-ലും 2-ലും വരുന്ന ഗോചര സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായി തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാധീനക്കുറവും കുടുംബ സംബന്ധമായി കാണുന്നുണ്ട്. വേഴം ജന്മരാശിയിൽ വരുമ്പോൾ ചില ദോഷം ഉണ്ടായെങ്കിലും അത് ആ ജന്മരാശി കർക്കിടകൻ രാശി ആവുകയാകുകയും ആ കർക്കിടകൻ രാശി വേഴത്തിൻ്റെ ഉച്ചരാശി ആയതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അവർക്ക് വേഴത്തിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ആ വേഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഇവർക്ക് നേടി എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈശ്വരാധീനക്കുറവുണ്ടെങ്കിലും വേഴത്തെ പ്രീതിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും മുക്തി കിട്ടുന്നതാണ്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും ചില സമയങ്ങളിൽ സാമ്പത്തികമായി ചില ഞെരുക്കങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ കുറച്ച് സമാധാനക്കുറവും ഉണ്ടാകുന്ന സമയമാണ്. എന്നിരുന്നാലും സുഹൃത്ത് ബന്ധങ്ങൾ വഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ഇവരെ തുണക്കും. കർമ്മരംഗത്തെ ദോഷം കഠിന ശ്രമത്താൽ ഇവർക്ക് ഇല്ലാതാക്കാൻ കഴിയും. കർമ്മത്തിൽ പുരോഗതി തടയുന്ന കാര്യങ്ങൾ വന്നു ചേർന്നാലും അതിനെ മറികടക്കാൻ ഇവർ കഠിന പ്രയത്നം ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ സാധിക്കും. കൃഷി കാര്യത്തിൽ അത്ര മെച്ചമായല്ല കാണുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ച് അത്ര മെച്ചമല്ല. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൃഷി മെച്ചത്തിലാകാനും സാധ്യതയുണ്ട്. വാഹന അപകടങ്ങളിൽ നിന്നും ഇവർ രക്ഷ നേടും. ഈ പൂയം നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷേത്ര ദർശനം ഇവർ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈശ്വരാധീനം വർദ്ധിക്കാൻ നല്ലൊരു ഉപായമാണത്. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യനേട്ടങ്ങളും ഇവരെ തേടി വരും. ദുരിതങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്, എപ്പോഴും നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഇവർക്ക് നേടാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങളും അതേപോലെ തന്നെ ചില അപ്രീതിയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരാകുമ്പോൾ അതിൽ രാഷ്ട്രീയക്കാരും പെടും. ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണകരമായ ഒരു അവസ്ഥയാണ് 2026 ഇവരെ സംബന്ധിച്ച്. കാര്യതടസ്സങ്ങൾ നീക്കി ഇവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. അതിന് കുറച്ച് പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ പ്രയത്നം ചെയ്താൽ കാര്യതടസ്സങ്ങൾ നീക്കി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും ഇവരെ പല പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാൻ സഹായിക്കും. ക്ഷേത്ര ദർശനവും പുണ്യസ്ഥല ദർശനവും ഒക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ കഴിയുന്ന ഒരു വർഷമാണ്.